സാർ നമസ്കാരം. നമസ്കാരം. വീണ വിജയൻ്റെ വീട്ടിൽ, അതായത് മുൻ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ റെയ്ഡിനെത്തിയ ED സംഘത്തെ ആക്രമിച്ചവർക്ക് 8ന്റെ പണി കിട്ടും എന്നുള്ള കാര്യം കൃത്യമായി ഉറപ്പായിരിക്കുന്നു. അന്വേഷണ സംഘം വന്നത് തിരുവനന്തപുരം ഭാഗത്തു നിന്ന് ഉള്ള വാടക വണ്ടിയിൽ തന്നെയാണ്. ED ഉദ്യോഗസ്ഥന്മാരെത്തിയത് തിരുവനന്തപുരത്ത് നിന്ന് ഒരു വാടക കാർ, 3 കാറിലായാണ് അവരെത്തിയത്. അവർ റെയ്ഡ് കഴിഞ്ഞ് മടങ്ങുമ്പോൾ അവർക്കെതിരെ അതിഭീകരമായ രീതിയിലുള്ള പ്രത്യാക്രമണമാണ് ഉണ്ടായത്. അതായത് ആ സമയത്ത് അവർക്കെതിരെ കയ്യിൽ കിട്ടിയ വടിയും കമ്പും ഇഷ്ടികയും ഉപയോഗിച്ചുകൊണ്ട് അവർ സഞ്ചരിച്ച കാറിന് നേരെ വലിയ ആക്രമണമാണ് ഉണ്ടായത്. ഒരു പറ്റം ആളുകൾക്ക് നടുവിലൂടെ ഓടിച്ചു കൊണ്ടുപോയ കാറിൻ്റെ ചില്ല് തകർക്കുന്നു. 3 കാറിൻ്റെയും ചില്ല് തകർക്കുന്നു. ചില്ല് തകർന്ന് കണ്ണിൽ കൊണ്ട് ഡ്രൈവർ ശ്യാംകുമാറിന് പരിക്ക് പറ്റുന്നു. പാളയം പോലീസ് സ്റ്റേഷനിലേക്ക് വണ്ടി ഓടിച്ചു കയറ്റിയതിൻ്റെ പേരിൽ കൂടുതൽ മൃഗീയമായ ആക്രമണം ഏൽക്കേണ്ടി വന്നില്ല. എന്നാൽ ഈ കാര്യത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസി കൃത്യമായി തന്നെ ഇടപെടുന്നു. കൃത്യമായ രീതിയിലുള്ള നിയമ നടപടികൾ ഉണ്ടാകും എന്ന് തുറന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിലെ CPM ജനതയ്ക്ക് ഇത്രത്തോളം മണ്ടത്തരം പറ്റാൻ ഇനി വേറെയൊന്നുമില്ല. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഈ കേസിൽ പെടും. കേസ് ഡൽഹിയിലേക്ക് മാറ്റുകയാണെങ്കിൽ മിക്കവാറും കേന്ദ്ര അന്വേഷണ ഏജൻസിയുമായി ബന്ധപ്പെട്ട കേസായതിൻ്റെ പേരിൽ അങ്ങോട്ടേക്ക് മാറ്റാൻ സാധ്യതയുണ്ടെന്ന് ചില നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും തീഹാർ ജയിലിൽ പോയി കിടക്കേണ്ടതായി വരും ഈ ആക്രമണത്തിൽ പങ്കെടുത്ത ആളുകൾ. ഇവിടെ മറ്റൊരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നു. തിരുവനന്തപുരം CPM ജില്ലാ സെക്രട്ടറിയുടെ ചുമതലയുള്ള രാജ്യസഭാംഗമായ AA റഹീം, അദ്ദേഹം ഈ തകർന്ന കാറിൻ്റെ, ആ കാർ വാടകയ്ക്കെടുത്താണ്, തിരുവനന്തപുരംകാരൻ തന്നെയാണ്, ആ തകർന്ന കാറിൻ്റെ ഡ്രൈവറെ വിളിച്ച് അനുനയ സംഭാഷണത്തിന് മുതിർന്നിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശ്യാംകുമാർ എന്നാണ് ആ ഡ്രൈവറുടെ പേര്. അയാൾ പറയുന്നത്, ഞാനൊരു CPM അനുഭാവി കൂടിയാണ്, എൻ്റെ ജീവിതമാർഗമാണ് ഇവർ മുട്ടിച്ചത്. അപ്പോൾ റഹീം ഒറ്റനോട്ടത്തിൽ നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ, കേട്ടുകഴിഞ്ഞാൽ അയാളെ സമാശ്വസിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് വന്നിട്ടുള്ള നഷ്ടപരിഹാരങ്ങളെല്ലാം നമ്മൾ ചെയ്യും, കാറ് നന്നാക്കാൻ പണം തരും, മറ്റേതെങ്കിലും തരത്തിലുള്ള നഷ്ടങ്ങളുണ്ടെങ്കിൽ, സാമ്പത്തിക നഷ്ടം പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പാർട്ടി അത് തരും എന്ന് പറയുമ്പോൾ ഒറ്റനോട്ടത്തിൽ നോക്കുമ്പോൾ അതൊരു ജീവകാരുണ്യ പ്രവർത്തനം പോലെ തോന്നും. പക്ഷേ അതിൻ്റെ പിറകിൽ ഒളിഞ്ഞിരിക്കുന്ന ഗൂഢമായ അജണ്ട ശ്യാംകുമാർ എന്ന് പറയുന്ന ഈ ഡ്രൈവർ കേസിലെ ഏറ്റവും സുപ്രധാനമായ തെളിവാണ്, സാക്ഷിയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിലേക്ക് നീങ്ങുമ്പോൾ കാറിൻ്റെ ഡ്രൈവർ എന്ന രീതിയിൽ, കാർ ഓടിച്ചിരുന്നയാളെന്ന രീതിയിൽ, ഈ ആൾക്കൂട്ട ആക്രമണത്തിന് ഇരയായ ആൾ എന്ന രീതിയിൽ ഇയാൾ തന്നെയാണ് പ്രധാന സാക്ഷിയിൽ ഒരാളാവുക. അപ്പോൾ AA റഹീം വണ്ടി നന്നാക്കി കൊടുക്കാം, സാമ്പത്തിക സഹായം തരാം എന്നൊക്കെ പറഞ്ഞത് കൃത്യമായി ഈ കേസിനെ വഴിതിരിച്ചു വിടാൻ വേണ്ടി, ഈ സാക്ഷി ആകാൻ സാധ്യതയുള്ള ശ്യാംകുമാറിനെ കൂറുമാറ്റാൻ വേണ്ടി തന്നെയാണ്. ഇനിയിപ്പോൾ ശ്യാംകുമാർ കോടതിയിലെത്തുമ്പോൾ കൂറുമാറിയാലും കേന്ദ്ര അന്വേഷണ ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വിലങ്ങ് തടിയല്ല. കാരണം ഡിജിറ്റൽ തെളിവുകളടക്കം അനേകം തെളിവുകൾ CPMന് എതിരെ തന്നെയാണ്. അപ്പോൾ ശ്യാംകുമാർ എന്ന ഡ്രൈവർ കൂറുമാറിയാൽ പോലും ഈ കേസുമായി ബന്ധപ്പെട്ട് EDക്ക് ഒന്നും വേറെ പ്രതികൂലമായി സംഭവിക്കാനില്ല. ഇവിടെ AA റഹീമിനെതിരെയും കേസ് വരും എന്നുള്ളതാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്രയും പ്രമാദമായൊരു കേസിൽ കേന്ദ്ര അന്വേഷണ ഏജൻസിയെ അവരുടെ കൃത്യനിർവഹണത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിൽ പെരുമാറുകയും പിന്നീട് അതിൻ്റെ ഭാഗവക്കായി നിന്ന ഒരാളെ ഡ്രൈവർക്ക് പരിക്ക് പറ്റുകയും ആ ഡ്രൈവറെ സ്വാധീനിക്കാൻ വേണ്ടി, കൂറുമാറ്റാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ രാജ്യസഭാംഗമായ CPMൻ്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയുടെ ചുമതല കൂടിയുള്ള AA റഹീമിനെതിരെ കേസ് വരും എന്നുകൂടിയാണ് പറയപ്പെടുന്നത്. അതായത് ഈ കേസിൽ 8ന്റെ പണി കിട്ടും എന്ന് മനസ്സിലായപ്പോൾ ഇപ്പോൾ ഓടി നടന്ന് സാക്ഷികളെയും അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെയെല്ലാം സ്വാധീനിക്കാൻ വേണ്ടി CPM ഓരോരുത്തരെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. അത് AA റഹീമിനെയാണ് ഒരാൾ. അത് സ്വാധീനിക്കാൻ വേണ്ടി ശ്രമിച്ച കാര്യങ്ങളെല്ലാം പുറത്തായിരിക്കുന്നു. ഇവിടെ അക്ഷരാർത്ഥത്തിൽ CPM പുലിവാല് പിടിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. രാജ്മോഹൻ സാർ ഇതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? പ്രദീപ് പറഞ്ഞതുകൊണ്ട് 100% യോജിക്കുന്നു. പക്ഷെ ഒരു മണ്ടത്തരം ചെയ്യാൻ തുടങ്ങിയാൽ, പണ്ട് നമ്മൾ പറയാറുണ്ട്, ഒരു കള്ളത്തരം പറഞ്ഞ് ചെയ്യാൻ തുടങ്ങിയാൽ വീണ്ടും വീണ്ടും കള്ളം പറയേണ്ടി വരും എന്നാണ്. ഒരു മണ്ടത്തരം ചെയ്യാൻ തുടങ്ങിയാൽ ചെയ്യുന്നതെല്ലാം മണ്ടത്തരമായിരിക്കും. ഇവിടെ താങ്കൾ പറഞ്ഞ ഒരു നരേഷനുണ്ട്. ഈ ഡ്രൈവറെ സാക്ഷി മാറ്റി, കൂറുമാറ്റി, അവർക്ക് അനുകൂലമായി ഹോസ്റ്റലിലാക്കി പ്രഖ്യാപിച്ച് അവർക്ക് അനുകൂലമാക്കി മാറ്റാൻ ശ്രമം. അതുപോലെ മറിച്ച് ED ഉദ്യോഗസ്ഥന്മാരുടെ വലിയൊരു തുരുപ്പിയിട്ടപ്പുണ്ട്.
ഡ്രൈവർ ഈ നിലപാടാണ് എടുക്കാൻ പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും ED ഉദ്യോഗസ്ഥന്മാർക്ക് പറയാം ഡ്രൈവറും ഈ ഗൂഢാലോചനയിൽ പങ്കാളിയാണ്. ഞങ്ങളെ ഇവിടുത്തെ മാർക്സിസ്റ്റ് ഗുണ്ടകളെ ശരിക്കറിയാവുന്ന ഡ്രൈവർ അല്ലെങ്കിൽ ലോക്കൽ ഡ്രൈവർ ഉറപ്പായിട്ടും ഞങ്ങളെ ആ എറിയാൻ സാധ്യതയുള്ളവരുടെ മധ്യത്തിലേക്ക് കാറും കൊണ്ട് പോവുകയാണ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾക്ക് അവരെ അറിയത്തില്ലായിരുന്നു. ആ ആർഗ്യുമെൻ്റ് പറഞ്ഞ് വേണമെങ്കിൽ ഡ്രൈവറും പ്രതിപട്ടിയിലേക്ക് വരാം. റഹീമിനൊക്കെ അത് സന്തോഷമായിരിക്കും. കാരണം നേതാക്കന്മാരാരും പ്രതിയല്ലല്ലോ, സാധാരണക്കാരെ മാത്രം പ്രതികളാക്കി സന്തോഷിക്കണം അവർ. എന്തുകൊണ്ട് ഒരൊറ്റ നേതാവ് പോലും, പുനഃപ്രവാഹികൾ നമ്മൾ പറയുന്ന പോലെ എന്തുകൊണ്ട് ഒറ്റ നേതാവ് പോലും പോകുന്നില്ല? സ്വാശ്രയ സമരത്തിൽ അങ്ങനെയാണ്. നേതാക്കന്മാരുടെ മക്കളൊക്കെ വിദേശ സർവകലാശാല പഠിക്കും, സ്വാശ്രയ പഠിക്കും. ഇവിടെ അതൊന്നുമില്ല. അല്ല, ഇവിടെ നേതാക്കന്മാർ പ്രതിയാവില്ല എന്ന് തീർത്തു പറയാനിപ്പോൾ പറ്റില്ല. കാരണം ഈ CPM സംസ്ഥാന സെക്രട്ടറി ആയ MV ഗോവിന്ദനും അതുപോലെ നമ്മുടെ മുൻ മന്ത്രിയായ ശിവൻകുട്ടിയും തിരുവനന്തപുരത്ത് MLA ആയി മത്സരിച്ച ജോയും മുൻ മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനും രാജ്യസഭാംഗമായ ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള വലിയ ആര്യ രാജേന്ദ്രൻ, അതെ, മുൻ മേയറായിരുന്ന ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള CPM സമുന്നതരായ ഒരു വലിയ നിര നേതാക്കന്മാർ അവിടെ നോക്കി നിൽക്കുമ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഈ പ്രതികൂല സാഹചര്യത്തിൽ ഈ EDയെ പ്രതിരോധിച്ച ആളുകൾ അല്ലെങ്കിൽ ഉപദ്രവിച്ച ആളുകളിൽ നേതാക്കളില്ല, അണികൾ മാത്രമുള്ളൂ. അതൊരു പക്ഷേ എവിടെ നിന്ന് വലിഞ്ഞു കയറി വന്ന തീവ്രവാദ സ്വഭാവമുള്ള ആളുകൾ CPM പ്രതിഷേധ പ്രകടനം പ്രതിരോധം തകർക്കുന്നതിന് വേണ്ടി കരുതി കൂട്ടി പ്രവർത്തിച്ചതാണ് എന്നുള്ള നറേഷനൊക്കെ ഇന്നലെ ബ്രിട്ടാസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ഒരു തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ അങ്ങനെയൊക്കെ സംസാരിക്കുന്ന കേട്ടു. അതൊന്നും ഇവിടെ വിലപ്പോകാൻ സാധ്യതയില്ല. ഇത്രയും ആളുകൾ, ഇവർ പാർട്ടിയുടെ ഇത്രയും സമുന്നതരായ നേതാക്കൾ നോക്കി നിൽക്കുമ്പോൾ അവർ ഇതിനെക്കുറിച്ച് യാതൊരു തരത്തിലും ഇത്തരം ആളുകളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചില്ല എന്ന് വരുമ്പോൾ അത് പ്രേരണാകുറ്റമായി തന്നെ നിലനിൽക്കും. മാത്രമല്ല, അവിടെ മുഴങ്ങിക്കേട്ട ചില മുദ്രാവാക്യങ്ങളൊക്കെ നമ്മൾ മറ്റൊരു എപ്പിസോഡിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. TPയെ വധിച്ച നാടാണെന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായും ഭീഷണി മുഴക്കിക്കൊണ്ട്, വെല്ലുവിളി മുഴക്കിക്കൊണ്ട് തന്നെയാണ് നിന്നിരുന്നത്. വേണ്ടത്ര സന്നാഹങ്ങളോട് കൂടിയാണെന്ന് പറയാൻ പറ്റും. കാരണം കയ്യിൽ കിട്ടിയ കല്ലും കട്ടയും വലിച്ചെറിയുന്നത് പോലെയല്ലല്ലോ ചീമുട്ടയൊക്കെ കരുതി വരിക എന്ന് പറഞ്ഞാൽ. അതുപോലെ ഹെൽമെറ്റ് എടുത്ത് വലിച്ചെറിയുക. അപ്പോൾ ഇത്തരത്തിലുള്ള പല രീതിയിലുള്ള ഉപദ്രവങ്ങൾ ഉണ്ടായിട്ടുള്ളതിനാൽ അത് കരുതി കൂട്ടി തന്നെയുള്ളൊരു ആക്രമണമായി തന്നെയാണ് ചിത്രീകരിക്കാൻ സാധ്യത എന്ന് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് നേതാക്കന്മാർ പങ്കെടുത്തില്ല എന്ന് പറയുമ്പോൾ അവരുടെ സാന്നിധ്യം അവിടെ കൊണ്ട് മാത്രം തീർച്ചയായും പ്രേരണാകുറ്റം ഇവരിലേക്ക് ചുമത്താൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അക്ഷരാർത്ഥത്തിൽ ഇവിടെ റഹീം പുലിവാല് പിടിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു സാക്ഷിയെ കൂറുമാറ്റുന്നതിന് വേണ്ടി സാമ്പത്തിക സഹായങ്ങൾ നൽകി അല്ലെങ്കിൽ പ്രലോഭനം നൽകി എന്ന് പറയുമ്പോൾ അതിൽ മറ്റൊരു കേസ് കൂടി വരും. മാത്രമല്ല, ED കേന്ദ്ര ഉദ്യോഗസ്ഥന്മാരെയാണ് ഉപദ്രവിച്ചിരിക്കുന്നത്. അവരുടെ കൃത്യനിർവഹണത്തിന് തടസ്സമുണ്ടാക്കി എന്ന് പറയുമ്പോൾ അതിന് മറ്റ് പല വകുപ്പുകളും ഇതിൽ ഉൾപ്പിരിവായി വരും എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ 8ന്റെ പണി കിട്ടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിൽ നിന്ന് ഇനി ഊരിപ്പോരണമെങ്കിൽ ചില്ലറ ബുദ്ധിമുട്ടൊന്നും അല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. താങ്കൾ പറഞ്ഞത് 100% ശരിയാണ്. പക്ഷെ അത് കൂടാതെ തന്നെ അതിനകത്ത് ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു കാര്യം കൂടിയുണ്ട്. പറയൂ. ഈ അറസ്റ്റ് ചെയ്തിരിക്കുന്ന 17 പേർക്ക് ജാമ്യം കിട്ടാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് സാക്ഷികളെ സ്വാധീനിക്കാനുള്ള ശ്രമം നടക്കും. അതെ, ഇപ്പൊ കൂറുമാറ്റത്തിന് വേണ്ടി ഇവരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നുള്ള ഒറ്റ കാരണം ചൂണ്ടിക്കാണിച്ചു. ഒരു പക്ഷേ ജാമ്യം കൊടുക്കാൻ സാധ്യതയില്ല. ജാമ്യം നിഷേധിക്കാനുള്ള സാധ്യത കോടതിക്ക് എളുപ്പമായി. അതെ, കേസിൽ പുറത്തുനിന്ന് എക്സ്റ്റേണൽ ഇന്റർഫിയറൻസ് ഉണ്ട്, അതുകൊണ്ട് ഇവർക്ക് ജാമ്യം കൊടുത്താൽ പ്രശ്നമാണ് എന്നുള്ള വാദവും വ്യാഖ്യാനം എന്നുള്ളത്. അല്ല, അത് വെറുമൊരു എനിക്ക് വീണ്ടും സംശയം. പറയൂ. ഈ റഹീം എന്ന് പറയുന്നവർ ഉദ്ദേശിക്കുന്നത് നാളെ ഇവർ ചെന്ന് കഴിഞ്ഞാൽ ഇവരെ വിചാരണ ചെയ്യുകയോ പുറത്ത് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ തുടങ്ങുകയോ ചെയ്താൽ ആരൊക്കെയാണ് തങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുമെന്ന് ഇവർ പുറത്ത് വെച്ച് പറഞ്ഞാൽ ഉറപ്പായിട്ടും അത് റഹീമിൻ്റെ പേരുണ്ടെന്നുള്ളത് ആർക്കറിയാം? റഹീമിനറിയാം തീർച്ചയായും. അല്ല, അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കാൻ ഇവർക്ക് ജാമ്യം കിട്ടാതെ ജയിലിൽ കിടക്കുക എന്നുള്ളതാണ് റഹീം ഉദ്ദേശിക്കുന്നത്. ഈ പഴയ കാലമൊന്നുമല്ല, കോൾ ഡീറ്റെയിൽസ് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും, ഡിജിറ്റൽ തെളിവുകളെല്ലാം അവർ സ്വരൂപിക്കും. എല്ലാ ക്യാമറ കണ്ണിലും ഇത് പതിഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടൊരു സാക്ഷി കൂറുമാറിയതുകൊണ്ട് മാത്രം കോടതിയിൽ ഈ കാര്യത്തിൽ ഈ EDയെ ഉപദ്രവിച്ച ആളുകൾക്ക് കാര്യമായ യാതൊരു തരത്തിലുള്ള ഹൈപ്പ് കിട്ടാൻ സാധ്യതയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഈ നേതാക്കന്മാർ ഇവിടെ നോക്കി നിന്നിട്ട് ഇവർക്കെതിരെ യാതൊരു തരത്തിലൊരു ചെറുവിരൽ പോലും അനക്കിയില്ല എന്ന് പറയുമ്പോൾ സാധാരണക്കാരനായ ഒരാളുടെ വീട്ടിൽ റെയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയല്ല ED എത്തിയത്. മുൻ മുഖ്യമന്ത്രിയായിരുന്നു, മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവാണ്, പോളിറ്റ് ബ്യൂറോ മെമ്പർ കൂടിയാണ്. അപ്പോൾ നിയമം എങ്ങനെയാണ് പ്രതിഷേധ സമരങ്ങളും സമാധാനപരമായ സമരങ്ങളെല്ലാം നയിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായി അറിയാവുന്ന ഒരാൾ കൂടി തന്നെയാണ്. ലോ ആൻഡ് ഓർഡറെ കുറിച്ച് കൃത്യമായി അറിവുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ കൃത്യനിർവഹണത്തിൽ തടസ്സം വരുത്തി എന്ന് പറയുമ്പോൾ തീർച്ചയായും ഇതിലൊക്കെ കൂടുതൽ അന്വേഷണം വരുമ്പോൾ പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ കൂടുതൽ
നിയമപരമായ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ പ്രതിസന്ധികൾ നേരിടേണ്ടതായി വരും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ ഇനി കൂടുതൽ അനുരഞ്ജനങ്ങളോ കൂറുമാറ്റ ശ്രമങ്ങളോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് CPM തീർച്ചയായും കൂടുതൽ പ്രതിരോധം സൃഷ്ടിക്കുന്നതിന് തുല്യമാകും. എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.